ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷാന. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് വന്ന ഒരു കമന്റ് ആണ്, നോർമൽ ഡെലിവറിക്ക് ശേഷം ഇച്ചിങ് അല്ലെങ്കിൽ ചൊറിച്ചിൽ ഉണ്ടാകുന്നത് നോർമൽ ആണോ എന്നുള്ളത്. അതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആ ഒരു ഇച്ചിങ് ഉണ്ടാകുന്നത് ആ സ്റ്റിച്ചിന് മാത്രമാണോ അതോ അസോസിയേറ്റഡ് ആയിട്ട് ആ യോനി ഭാഗത്ത് നിങ്ങൾക്ക് ചൊറിച്ചിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, യോനി ഭാഗത്തുള്ള ഒരു pH മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നല്ല ബാക്ടീരിയകളുണ്ട്. ആ നല്ല ബാക്ടീരിയയിൽ പെടുന്നതാണ് ഈ ഡോഡർലൈൻ ബാക്ടീരിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പല കാരണങ്ങളാൽ ഈ ബാക്ടീരിയയുടെ അളവ് കുറഞ്ഞിട്ട് ചീത്ത ബാക്ടീരിയകൾ, അങ്ങനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ബാക്ടീരിയൽ വജൈനോസിസ് ഒക്കെ ഉണ്ടാകുന്ന ബാക്ടീരിയകളുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന സാഹചര്യത്തിൽ pH ചേഞ്ച് ആവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് യോനി ഭാഗത്ത് ഡിസ്ചാർജ്, വജൈനൽ ഡിസ്ചാർജിന് വരുന്ന ദുർഗന്ധം വരിക, അല്ലെങ്കിൽ കട്ടിയായിട്ട് പോവുക, ഒരു കേർഡി വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു നിറവ്യത്യാസം അനുഭവപ്പെടുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു അബ്നോർമൽ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത് ഏത് ബാക്ടീരിയ അല്ലെങ്കിൽ ഏത് ഫംഗസ് കൊണ്ടാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്നർ വിയർ എപ്പോഴും വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഇന്നർ വിയർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഇന്നർ വിയർ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കാരണം വിയർ പടിഞ്ഞു കൂടിയിട്ട് അവിടെ ഇച്ചിങ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഈസി ബ്രീത്തബിൾ ആയിട്ടുള്ള കോട്ടൺ ആയിട്ടുള്ള അണ്ടർവിയേഴ്സ് യൂസ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. യൂസ് ചെയ്തതിന് ശേഷം, വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ വെയിലത്തിട്ട് തന്നെ ഉണക്കാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെലിവറിക്ക് ശേഷം ആ ഒരു സ്റ്റിച്ചുള്ള ഭാഗം നന്നായിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഡോക്ടർ എന്തെങ്കിലും ഓയിൻമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ കുളിക്കുന്നതിന് ശേഷമോ അല്ലെങ്കിൽ 2-3 തവണ ആ ഓയിൻമെന്റ് ഇടാൻ നിങ്ങൾ മറക്കാതിരിക്കുക. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന പാഡ് അത് എപ്പോഴും കോട്ടൺ പാഡ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഉപയോഗിച്ചിട്ട് ഒരു 2 തൊട്ട് 4 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ ആ പാഡ് ചേഞ്ച് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ ഒരു ഇച്ചിങ് ഒഴിവാക്കാവുന്നതാണ്. മെൻസ്ട്രൽ കപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ മെൻസ്ട്രൽ കപ്പ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നല്ല ക്ലീൻ ആയിട്ട് മാത്രം റീയൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 95 മുതൽ 99% വരെ നിങ്ങൾക്ക് ഇച്ചിങ്, അവിടെയുള്ള ആ സ്റ്റിച്ച് ഉണ്ടാകുന്ന ഇച്ചിങ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ അതിനുള്ള ഉത്തരമായിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.